ഇന്നത്തെ അറിയിപ്പുകൾ. അസിസ്റ്റന്റ് കോച്ചുമാരുടെ ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ച് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. വ്യത്യസ്ത കായിക ഇനങ്ങളിലായി 323 കായിക പരിശീലകരുടെ ഒഴിവുകളാണ് നിലവിലുള്ളത്. ഇതിൽ 33% ഒഴിവുകൾ വനിതകൾക്കായി മാറ്റിവെച്ചിട്ടുള്ളതുമാണ്. കേന്ദ്ര യുവജനകാര്യ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സായിയാണ് ദേശീയ അന്തർദേശീയ കായിക മത്സരങ്ങൾക്കായുള്ള ഇന്ത്യൻ താരങ്ങളുടെ തയ്യാറെടുപ്പ് നടത്തുന്നത്. വ്യത്യസ്ത കായിക ഇനങ്ങളിലായി 323 കായിക പരിശീലകരുടെ ഒഴിവുകളാണ് നിലവിലുള്ളത്. ഇതിൽ 33% ഒഴിവുകൾ വനിതകൾക്കായി മാറ്റിവെച്ചിട്ടുള്ളതാണ്. സ്ഥിരം നിയമനമാണ് എന്ന പ്രത്യേകതയുമുണ്ട്. അത്ലറ്റിക്സിലും ഷൂട്ടിംഗിലും 28 ഒഴിവുകളാണുള്ളത്. സ്വിമ്മിംഗ്, റെസ്ലിംഗ്, ബോക്സിംഗ്, ബാഡ്മിന്റൺ, ടേബിൾ ടെന്നീസ്, ഹോക്കി, ഫുട്ബോൾ, ബാസ്കറ്റ്ബോൾ, സൈക്ലിംഗ്, ജിംനാസ്റ്റിക്, ആർച്ചറി, റേവിംഗ്, ഫെൻസിംഗ്, തായ്ക്കൊണ്ടോ, വോളിബോൾ, വെയ്റ്റ് ലിഫ്റ്റിംഗ്, ടെന്നീസ്, കനോയിംഗ്, കബഡി, ജൂഡോ, ഹാൻഡ്ബോൾ, വുഷു, സെപക് താക്രോ, ഖോഖോ എന്നീ വിഭാഗങ്ങളിലും അസിസ്റ്റന്റ് കോച്ചുമാരുടെ ഒഴിവുണ്ട്. 30 വയസ്സാണ് പ്രായപരിധി. പിന്നോക്ക പട്ടിക വിഭാഗക്കാർക്ക് ഉയർന്ന പ്രായപരിധിയിൽ യഥാക്രമം 3-5 വയസ്സ് ഇളവുണ്ട്. സായിയിൽ കരാർ ജീവനക്കാരായി 1 വർഷത്തെയെങ്കിലും പരിചയമുള്ളവർക്കും ഖേലോ ഇന്ത്യ തത്തുല്യ സംരംഭങ്ങളിൽ സഹകരിച്ചവർക്കും വയസ്സിളവിന് അർഹതയുണ്ട്. കമ്പ്യൂട്ടർ അധിഷ്ഠിത എഴുത്തു പരീക്ഷ, കോച്ചിംഗ് എബിലിറ്റി ടെസ്റ്റ്, പ്രമാണ പരിശോധന എന്നീ ഘട്ടങ്ങളിലൂടെയാണ് ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നത്. 35,400 രൂപ മുതൽ 1,12,000 രൂപ വരെയുള്ള ശമ്പള സ്കെയിലാണ് ആദ്യ നിയമനം. കേന്ദ്ര നിരക്കിലുള്ള എല്ലാ അലവൻസുകളും ആനുകൂല്യങ്ങളും ഇതിനു പുറമെ ലഭിക്കും. ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിലെ പരിശീലന കേന്ദ്രങ്ങളിൽ കായിക പരിശീലകരായി പ്രവർത്തിക്കാനുള്ള അവസരവും ഉണ്ടാകും. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മഴ കണക്കിലെടുത്ത് വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത്. അടുത്ത 3 ദിവസം ശക്തമായ മഴ ലഭിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചേക്കും. മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റും തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. ശക്തമായ ഇടിമിന്നലിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്നും അധികൃതർ വ്യക്തമാക്കി. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിടുക. വാതിലിനും ജനലും അടുത്തു നിൽക്കാതെയിരിക്കുക. കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കുകയും പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കുകയും ശ്രമിക്കുകയും ചെയ്യുക. ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക. വൈദ്യുതോപകരണങ്ങളുമായുള്ള സമീപ്യം ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കുക. ഇടിമിന്നലുള്ള സമയത്ത് ടെലിഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം. അന്തരീക്ഷം മേഘാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിലും കുട്ടികൾ ഉൾപ്പെടെ കളിക്കുന്നത് ഒഴിവാക്കുക. ഇടിമിന്നലുള്ള സമയത്ത് വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിൽക്കരുത്. വാഹനങ്ങൾ മരച്ചുവട്ടിൽ പാർക്ക് ചെയ്യുമരുത്. തുടങ്ങിയ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും അധികൃതർ ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.